ഹായ്. കുറച്ച് നാളായി തെറിച്ച് തമിഴെത്തി കിടന്നിട്ട് മുനിയാണ്ടി വായോ എന്ന് പറഞ്ഞിട്ട് കിടന്നങ്ങ് അമറുന്നുണ്ട്. ആരൊക്കെ റിയാക്ട് ചെയ്യാനുണ്ടായാലും ആരൊക്കെ പ്രതികരിക്കാനുണ്ടായാലും ഒന്നും അവൾക്ക് പ്രശ്നമല്ല. അവളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ പ്രതികരിക്കണം, ഞാൻ സംസാരിക്കണം. അപ്പോൾ തമിഴെത്തി നീ എവിടെയോ നീ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ട്, ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ട്, നീ സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവളല്ലേ, നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവളല്ലേ, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് നീ വിളിച്ചു കൂവുന്നുണ്ട്. അപ്പം നിനക്ക് എവിടേക്കോ തോന്നുന്നുണ്ട് അല്ലേ, ഞാൻ സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവളാണ്, നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവളാണ് എന്ന് നീ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ കുറേ തവണ ഞാൻ നിനക്കെതിരെ പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ട് ഈ തെറിക്കൂട്ടങ്ങളുടെ വേറെ ഒരാളുടെ ലൈവ് ഞാൻ കാണാറില്ല കേട്ടോ. പക്ഷേ ഈ സ്ത്രീക്കെതിരെ, കാര്യം ഇതിനെല്ലാം മൂല കാരണം ഈ സ്ത്രീയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് നടക്കുന്ന ഈ തെറികൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം മൂല കാരണം ഈ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ വീഡിയോ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാനിരുന്ന് കാണും. ഇവളെന്താണ്, ഇവിടെ മുന്നോട്ടുള്ള പോക്ക് എന്താണ്, ഇവള് ഈ രീതിയിൽ പോയാൽ ഒരുപാട് തെറി ചാനലുകൾ ഇനിയുണ്ടാകും. ഇപ്പൊ തന്നെ ഒന്ന് നോക്കൂ, ഇപ്പോൾ വന്നേക്കുന്ന ഈ കോഴിക്കോടുള്ള സ്ത്രീയുടെ ചാനലാണെങ്കിലും ഇപ്പോൾ വേറെ കുറേ പേര് തെറി വിളിക്കുന്നു എന്ന് പറയുന്നു. ഇതിനെല്ലാം മൂലഹേതു എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടിലെ ഈ തെറിച്ചിയായിട്ടുള്ള അശ്ലീലക്കാരിയായിട്ടുള്ള ഈ ഒരൊറ്റ സ്ത്രീയാണ്. ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ നശിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടിലെ ഈ ഒരൊറ്റ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ സമയം കിട്ടുന്ന ചിലപ്പോൾ ഒരു സെന്റൻസ് ആയിരിക്കും കേൾക്കുക, അത് മതിയാവും ഇവർക്കെതിരെ സംസാരിക്കാനായിട്ട്. കാരണം ഒരിക്കലും ഈ സ്ത്രീ നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. നാട്ടുകാരോട് തെണ്ടി യാചിച്ച് ഓരോരോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക. ഏതാനും മാസങ്ങൾ, ഇത് ഏതാണ്ട് ഇപ്പോൾ ലാസ്റ്റ് തുടങ്ങിയ പഞ്ചായത്തിലെ ഇഡലി പരിപാടി ഏതോ 6 മാസമായെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ 2 months 1 month അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് വലിയ കുറേ പ്ലാനുകൾ ഇങ്ങ് വെക്കുക. ഞാൻ അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ നോക്കിക്കോ, ഒരു 6 മാസം കഴിയുമ്പോൾ ബീനാക്കണ്ണനെയൊക്കെ വെട്ടിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു മറ്റേ തുണി ബിസിനസ് തുടങ്ങിയത്. അതിനുശേഷം ഹോട്ടൽ എന്താണ്ട് തട്ടുകട തുടങ്ങിയപ്പോൾ ശരവണ ഭവൻ അതിനെ വെട്ടിക്കും എന്നുള്ളതായിരുന്നു. അതുപോലെ ഓരോന്ന് തുടങ്ങുമ്പോൾ ഓരോ വെല്ലുവിളി. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എവറസ്റ്റ് കീഴടക്കി അവിടെ അതിൻ്റെ മുകളിൽ പോയി കൊടിയും നാട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഓരോ സംരംഭങ്ങളും ജനങ്ങളെ കബളിപ്പിച്ച് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പബ്ലിക്കിൽ കൈനീട്ടാത്ത പക്ഷം ഇൻബോക്സിൽ പോയിട്ട് ഓരോ ആളുകളോട് ക്യാഷ് ആയിരുന്നു മേടിച്ചിട്ട് തിരിച്ച് അവർ ചോദിച്ചു കഴിയുമ്പോൾ അവരെ വന്നിരുന്ന് തെറി വിളിക്കുക. ഇത് തന്നെയാണ് സ്ഥിരം പരിപാടി. അപ്പോൾ കഴിഞ്ഞ ദിവസവും മുനിയാണ്ടി എന്നെ വേറൊരു വൃത്തികെട്ട പേര് നീ വിളിക്കുന്നുണ്ട്, മുനിയാണ്ടി അല്ലാതെ വേറൊരു പേര് നീ വിളിക്കുന്നുണ്ട്. അത് നിന്റെ സന്തതിയില്ലേ? ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയേ പറയൂ, എന്നോട് ഒരുത്തിയും കുഞ്ഞുങ്ങളെ പറയരുത് എന്ന് പറഞ്ഞിട്ട് വരരുത്. ഞാൻ തെറി പറയില്ല, ഞാൻ ഒരു വാക്ക് പോലും പറയുന്നില്ല. ഇവള് വിളിക്കുന്ന തെറി, ഈ തമിഴത്തി വിളിക്കുന്ന തെറി, അവളുടെ വാഗുകൊണ്ട് പറയുന്ന മൊഴിയുന്ന വാക്കുകൾ, അശ്ലീലങ്ങൾ, അത് മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത് അവളുടെ വയറ്റിൽ പിറന്ന അവളുടെ ആ അശ്ലീലം പിടിച്ച വയറ്റിൽ പിറന്ന അവളുടെ സന്തതിക്ക് തന്നെയാണ്. ഇപ്പോൾ കാരണവന്മാരായിട്ട് എന്ത് സമ്പത്തുണ്ടാക്കിയാലും എന്ത് തന്നെ ഉണ്ടാക്കിയാലും അത് കുട്ടികൾക്കുള്ളതായിരിക്കും അല്ലേ. ഞാൻ എന്ത് സമ്പാദിച്ചാലും അതെൻ്റെ മക്കൾക്കുള്ളതാണ്. സോ അതുപോലെ ഇവളുടെ സമ്പാദ്യമാണെന്ന് അശ്ലീലവും തെറിയും ഒക്കെ അത് ഇവൾ കൊടുക്കേണ്ടത് ഇവളുടെ ഒരേ ഒരു മകൾക്കാണ്. അത് പബ്ലിക്കിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് മകൾക്ക് കൊടുക്കൂ എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരിക്കലും കുഞ്ഞുങ്ങളെ പറയുന്നില്ല, ഇവള് പറയുന്നത് ഇവളുടെ സമ്പാദ്യമാകുന്ന അവിഹിതങ്ങളും അശ്ലീലങ്ങളും തെറികളും ചീത്തകളും ഒക്കെ കൊടുക്കേണ്ടത് ഇവള് കണ്ടവരോട് എരന്ന് തെണ്ടി പിച്ചയെടുത്ത് വലിയൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആ പെണ്ണിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ വിളിക്കുന്ന ആ പേരും ഏറ്റവും ചേരുന്നത് നിന്റെ വയറ്റിൽ നിന്ന് കുരുത്ത ആ സന്തതിക്കാണ്. അവൾക്ക് കൊണ്ടുപോയി കൊടുത്തോളൂ കേട്ടോ. ആ പേര് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നിന്റെ ആ സന്തതിക്ക്. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ അത് പഠിച്ചെന്ന് പറഞ്ഞാലും തെറിച്ചി തമിഴത്തിയുടെ മോള് തന്നെയല്ലേ, തെറിച്ചിയായ നിന്റെ മോള് തന്നെയല്ലേ അത്. ആ ഗുണവും മണവും ഒരു കാലത്തും തേഞ്ഞും മാഞ്ഞും പോകാനായിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നിന്റെ ഏതോ അവയവത്തെ പറ്റിയിട്ട് ആരോ വർണ്ണിച്ചോ എവിടെയോ കണ്ട ഒരു കൊമൻറ്റ് എടുത്തു വെച്ചിട്ട് അതിനെക്കൊണ്ട് അത് ഞാൻ കണ്ടില്ലേ, ഞാൻ കാണണം, എല്ലാം പ്രതികരിക്കണം. നിന്നെ അനുകൂലിച്ചിട്ട് ഞാൻ സംസാരിക്കാനോ, നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കാനോ? എവിടെയാണ് സ്ത്രീയെ ന്യായം ഇരിക്കുന്നത്? എവിടെയാണ് ന്യായമുള്ളത് നിന്നെ അനുകൂലിച്ചിട്ട് സംസാരിക്കാൻ, നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാനായിട്ട്? ഒരു സിംഗിൾ ക്വാളിറ്റി പോലുമില്ലാത്ത, പണ്ട് മുതലേ ഞാൻ പറയുന്നതാണ്, ഒരു സിംഗിൾ ക്വാളിറ്റി പോലുമില്ലാത്ത നിന്നെ അനുകൂലിച്ചിട്ട് സംസാരിക്കണം എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത്? ഒരു ന്യായമില്ല, ഒരിക്കലും അത് പോസിബിൾ അല്ല. കാര്യം നിന്നെ അനുകൂലിച്ചിട്ട് ന്യായീകരിച്ചിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു
സിംഗിൾ ക്വാളിറ്റി എങ്കിലും വേണം. ഐ മീൻ ഞാൻ പറയുന്നത് സ്വന്തം മകളെയെങ്കിലും, ഈ ലോകത്ത് ഏറ്റവും വലുതാണ് ഓരോ പേരൻസിനും സ്വന്തം മക്കള് അല്ലേ, ആ മകളെയെങ്കിലും ചേർത്ത് പിടിച്ച് വളർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റിയുള്ള നല്ലൊരു സ്ത്രീയാണ് നീ എന്ന് പറയാൻ പറ്റും. ഇതൊന്നുമില്ലാതെ ഒരു കുഞ്ഞുള്ളതിന് സ്വന്തമായിട്ട് വാടക വീട് എടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ, സ്വന്തമായിട്ട് ഒരേ ഒരു മകളുള്ളതിനെ എവിടെയോ വലിച്ചെറിഞ്ഞിട്ട് അവിടുത്തെ വീട്ടുവേലയും ചെയ്ത് അതിന് പഠിക്കാൻ സമയമില്ല എന്ന് നീ തന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞതാണ്. ചേച്ചിയുടെ വീട്ടിലാണ് മകള്, അവളെ കൊണ്ടുവരണം, അവൾക്ക് അവിടുത്തെ ജോലികൾ മുഴുവൻ ചെയ്തിട്ട് പഠിക്കാൻ സമയമില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നീ വീണ്ടും വീണ്ടും അതിനെ അവിടെ തന്നെ തള്ളിവിട്ടിട്ട് നിനക്ക് കണ്ണി കണ്ട ഒരുത്തിനെ കൂട്ടി താമസിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ തള്ളിക്കളഞ്ഞ് അതിൻ്റെ ഇഷ്ടം പോലും നോക്കാതെ അറുമാദിച്ച് ജീവിക്കുന്ന നിന്നെ അനുകൂലിച്ച് സംസാരിക്കാനോ നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാ? അതും പോട്ടെ, ഈ സംഭവം മുഴുവൻ ഇവനുമായിട്ടുള്ള വിക്രിയകൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ക്യാമറ ഓൺ ചെയ്ത് പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും 10-17 വയസ്സുള്ള ഒരു മകളുണ്ട്, അവളിത് കാണും, അല്ലെങ്കിൽ അവള് ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ഇവർ പറയുന്ന ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ കാണും, എൻ്റെ മകൾക്കാണ് നാണക്കേട്, ഞാൻ ഈ അയ്യം ഉമ്മ തേത്ത അയ്യം തോരു ആരുത്താ വാവിച്ച് ഉമ്മ തേത്ത എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ ഇത്രയും പ്രായമുള്ള ഒരു മകളുടെ അധ്യാപകർ കാണും, അല്ലെങ്കിൽ കുട്ടികൾ കാണും എന്നുള്ള ഒരു വിചാരം പോലുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് അഴിഞ്ഞാടുന്ന നിനക്ക് എവിടെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? നിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന ഇതേപോലെയുള്ള ഞരമ്പ് രോഗം പിടിച്ച ആളുകളുണ്ടല്ലോ, മക്കളെ സ്നേഹിക്കാത്തവർ, അവിഹിതത്തെ സപ്പോർട്ട് ചെയ്യുന്നവര്, അശ്ലീലത്തെ ഇഷ്ടപ്പെടുന്നവര്, തെറിയെ പുകഴ്ത്തുന്നവര്, തെറി കേൾക്കാനായിട്ട് വരുന്നവര്, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതർവൈസ് നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾക്കും സാധിക്കില്ല. ഈ ഒരൊറ്റ കാരണം മാത്രം മതി. ഇങ്ങനെ ഒരാളുമായിട്ട് ഹോട്ടൽ റൂമിൽ പോയ കാര്യം വരെ, തികച്ചും നിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം, അതുവരെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട് അതിന് മാനഹാനി ഉണ്ടാകും എന്ന് പോലും ചിന്തിക്കാതെ ആ സമയത്തും വീഡിയോ എടുത്ത് ക്യാഷ് സമ്പാദിക്കാനായിട്ട് ശ്രമിച്ച വൃത്തികെട്ട ഒരു സ്ത്രീ ജന്മം നീ എന്നോട് പറയുന്നോ മുനിയാണ്ടി കാണുന്നില്ലേ നിന്റെ എന്തോ അവയവത്തെ പറ്റിയിട്ട് ആരോ എന്തോ വൃത്തികേട് പറഞ്ഞു, കൊടുത്താൽ കൊല്ലത്തും കിട്ടും സ്ത്രീയെ. നീ പറഞ്ഞിടത്തോളം വൃത്തികേട് മനുഷ്യന്റെ ആണിന്റെ ആണേലും പെണ്ണിന്റെ ആണേലും ഓരോ ഓർഗൻസിനെ പറ്റി, സെക്ഷൽ ഓർഗൻസിനെ പറ്റിയിട്ട് നീ പറഞ്ഞ അത്രയും വൃത്തികേട് ഈ ലോകത്ത് ആരും പറയില്ല. ഞാനൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കമന്റ്, ഒരു CP ഇട്ടു എന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞ വൃത്തികേട് ഇന്നും കിടക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. നീ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്, പബ്ലിക്കിൽ പറയാൻ കൊള്ളില്ല. അതുപോലെ നീ ആങ്ങളമാരെ വെച്ചിട്ട്, പെങ്ങന്മാരെ പറയുന്നത്, അച്ഛനെ വെച്ചിട്ട്, മക്കളെ പറയുന്നത് ഒക്കെ ഈ പബ്ലിക്കിൽ എല്ലാവരും കേട്ടതാണ്. നീ ഇരവാദം ഇറക്കുന്നു, എന്നിട്ട് ഇത്രയും പല ഷോർട്സും ഇട്ട് നിന്റെ പെണ്ണിനെ പുറത്ത് കാണിച്ച് എന്നിട്ടും വന്നിരുന്ന് തെറി വിളിക്കുന്നത് നീയല്ലേ? നീ ഈ തെറി വിളിക്കുന്നതിന്റെ മുഴുവൻ അപമാനം ഏൽക്കേണ്ടി വരുന്ന ഈ ഒരു പെണ്ണ് മാത്രമാണ്. നിന്റെ വയറ്റിൽ കുരുത്ത ആ ഒരു പെണ്ണ് മാത്രമാണ് ഇത് മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത്. ആ ഒരു ധാരണ പോലും ഇല്ലാതെ മാനം മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു 8-10 ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന നിന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഞാൻ കാണുന്നുണ്ട്, ചിലതൊക്കെ എല്ലാം കാണാൻ പറ്റില്ല, ചിലതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിനക്കെതിരെ ആര് അറ്റാക്ക് ചെയ്താലും എനിക്കത് വളരെ സന്തോഷമാണ്, ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. ഡോക്ടർ റോസി ഉൾപ്പെടുന്ന ഒരു ടീം, എന്തായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം? ഇന്നലെ മുനിയാണ്ടിയെ വിളിച്ച് കരഞ്ഞ നീ എന്തിനാണ് എപ്പോഴും എന്നെ വിളിച്ചിട്ട് കരയുന്നത്? നമ്മൾ തമ്മിൽ എന്താ ബന്ധം? എന്തിനാ നീ എന്തൊരു നിനക്കെതിരെ എന്ത് പ്രശ്നം വന്നാലും എന്നെ വിളിച്ചിട്ട് കരയുന്നതിനാ? ഞാൻ ഓടി വന്ന് രക്ഷിക്കുമെന്ന് കരുതി കേട്ടോ. എന്തൊരു പ്രശ്നം വന്നാലും മുനിയാണ്ടി കാണുന്നില്ലേ? ആ മുനിയാണ്ടിയുടെ കൂടെ കുറേ ഇവളുടെ മകൾക്ക് ചേരുന്ന കുറേ പേരും കൂടെ ഇവളങ്ങോട്ട് ചേർക്കും. നീ അത് നേരെ അവിടെ കൊണ്ട് എടി, നിന്റെ മകളെ ഈ HL സ്കൂളിലൊന്നും വിട്ട് പഠിപ്പിക്കണ്ട. അതിലും ഭേദം നീ നിന്റെ കുലത്തൊഴിലായ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതും പിന്നെ നിന്റെ ഈ അശ്ലീലങ്ങളുടെ ഒരു കലവറയുണ്ടല്ലോ, ആൽഫബറ്റ്സ് ഓർഡറിൽ ഇങ്ങനെ ക്രമപ്പെടുത്തിയിട്ട് അതങ്ങ് പഠിപ്പിച്ചു കൊടുക്കടി. ആ പെണ്ണ് അതുകൊണ്ട് ജീവിച്ചോളും. കാര്യം നിന്റെ മകള് നിന്റെ രീതിയിൽ നിന്റെ 2.0 ആയിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി. അത് മുഴുവൻ താങ്ങേണ്ട കാര്യം ഈ നാട്ടുകാർക്കില്ല. നിന്റെ വേസ്റ്റ് എല്ലാം നീ സമ്പാദ്യമാകിയതല്ലേ, അത് അവൾക്ക് കൊടുക്കടി. അവള് വളരട്ടെ. നിന്റെ സമ്പാദ്യമാകുന്ന അശ്ലീലങ്ങളും അസഭ്യങ്ങളും അവൾക്ക് കൊടുത്തിട്ട് നീ അവളെ വളർത്തുക. അല്ലാതെ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെയും നാട്ടിലുള്ള അമ്മമാരെയും അച്ഛന്മാരെയും ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും ഒക്കെ പറയാനായിട്ടുള്ള യാതൊരു റൈറ്റ് നിങ്ങൾക്കില്ല, യാതൊരു യോഗ്യതയും നിനക്കില്ല സ്ത്രീയെ. പിന്നെ വേറെ എന്തൊക്കെയോ കാര്യം നീ എന്താ നിഷാന വ്ളോഗ്സ്, അഞ്ജിത നായർ ഇവരൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്നും കാണുന്നില്ലേ? അശ്ലീലങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് പ്രതികരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ഞാൻ വേറെ ഓരോ ചാനലുകൾ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്നതാകട്ടോ. അല്ലാതെ നിന്റെ ആ
അത് മാക്സിമം കാണില്ല, എന്തെങ്കിലും എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം കാണുന്ന ഒരു സംഭവമാണ് നിന്റെ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ അവരുടെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് ജീവിക്കുന്നു അല്ലേ, അവരുടെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് ജീവിക്കുന്നു. നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല, ഒരാൾക്കും ഇഷ്ടപ്പെടില്ല, ശരിയാണ്. പക്ഷെ നിയമപരമായിട്ട് അത് തെറ്റല്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നു. പക്ഷെ അവർ മറ്റൊരാളെ വന്നിരുന്നിട്ട് തെറി വിളിച്ചിട്ട് മറ്റൊരാളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൂട്ടി വിളിച്ചിട്ടല്ല അവർ ജീവിക്കുന്നത്. അവർ സ്വന്തമായിട്ട് സ്വന്തം ശരീരം സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ കൂടെ പ്രദർശിപ്പിച്ചിട്ട് ജീവിക്കുന്നു അല്ലേ. നീ അങ്ങനെയല്ല ചെയ്യുന്നത്. നീ ഈ കാണിക്കാവുന്ന തരികിട മുഴുവൻ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ അച്ഛനെയും അമ്മയും മക്കളെയും ലോകരെ മുഴുവൻ തെറിയും ചീത്തയും വിളിച്ചിട്ട് നീ സമ്പാദിക്കുന്നു, നീ അതുകൊണ്ട് നീ കഴിക്കുന്നു. നാളിതുവരെ നല്ലൊരു നിന്റെ കൂടെ നീ യൂട്യൂബ് ചാനൽ നടത്തുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അല്ലേ. അപ്പോൾ ക്യാഷിന് വേണ്ടിയിട്ട് ചാനൽ വളർത്തുന്ന നിന്റെ കൂടെ ചാനൽ തുടങ്ങിയ എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. നല്ല നല്ല കോണ്ടന്റുമായിട്ട് അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. നിന്റെ വരുമാന മാർഗം ഇതാണ്, കഞ്ഞി കുടിക്കാനാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് നിനക്ക് വേറെ ഒരു വീഡിയോ ചെയ്താലും നിനക്ക് റീച്ച് കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ലൂപ്പിൽ നിന്ന് ഇറങ്ങിയെന്ന് 10 തവണ പറഞ്ഞിട്ട് 10 തവണ പറയും, തൊട്ടടുത്ത സെക്കൻഡ് തന്നെ നീ തിരിച്ചിങ്ങോട്ട് കയറും. കാര്യം നീ വേറെ എന്ത് പറഞ്ഞിട്ട് വന്നാലും നീയും നിന്റെ സേട്ടനുമായിട്ടുള്ള എന്ത് കാണിച്ചിട്ട് വന്നാലും ആളുകൾ കാണില്ല. സോ നീ ഈ തെറിയുമായിട്ട് നീ വീണ്ടും ഇറങ്ങും, വീണ്ടും എന്നിട്ട് വന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കും. എന്ത് റൈറ്റാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ണി എന്തോ മാന്യമായിട്ടിട്ട് ഒരു കമൻറ്റിന്, അത് കഴിഞ്ഞിട്ട് ഇത്തിരി അശ്ലീലമുള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് നീ അർഹിക്കുന്നതാണ്. ഫസ്റ്റ് എന്തോ മാന്യമായിട്ടിട്ട് ഒരു കമൻറ്റിന് നീ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ ഭാര്യ ചത്തുപോയാൽ ആ സ്ഥാനത്ത് അമ്മയെ പിടിച്ച് കടത്തുന്നു. നീ പറഞ്ഞതാണ് വളരെ മാന്യമായിട്ടിട്ട് ഒരു കമൻറ്റിന് ഒരു CPക്ക് എന്തോ ആണെന്ന് തോന്നി നീ മറുപടി പറഞ്ഞതാണ്. അതുപോലെ അശ്ലീലം പറഞ്ഞ പുഴുത്ത നാവുള്ള നീ വിക്ടിം കാർഡ് ഇറക്കുന്നു വന്നിരുന്നിട്ട്. നീ എന്നെപ്പോലെ ഉള്ളവളുമാർ എത്ര വിക്ടിം കാർഡ് ഇറക്കിയിട്ടും കാര്യമില്ല, മൂളയുള്ളവർക്ക് അത് മനസ്സിലാകും. ഇപ്പോഴത്തെ നിന്റെ പ്രശ്നം എന്താണ്? ഡോക്ടർ റോസിക്കൊക്കെ ഒരു കൂട്ടം തെറിച്ചുകൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായ ഒരു ലാഭം എന്താണെന്നറിയോ? എൻ്റെ കൂടെ നിന്നവരിൽ തന്നെ എനിക്ക് നല്ലവരെയും ദുഷിച്ച ആളുകളെയും മനസ്സിലാക്കാൻ പറ്റി. അത് വേർതിരിച്ച് അരിച്ചു മാറ്റി നല്ല ആളുകളെ മാത്രം എൻ്റെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് പറ്റി. ഈ തെറിക്കൂട്ടങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തെറിച്ചുകളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ അതേപോലെ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യം എന്തിനാണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നല്ല ആളുകൾ ആരാണ്, സമൂഹം നന്നാകണം, ഈ തെറിക്കൂട്ടങ്ങളെ ഒതുക്കണം എന്ന് വിചാരിക്കുന്നത് ആരാണ്, തെറിക്കൂട്ടങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ എന്താണ്, ഏതൊക്കെയോ വോയിസുകൾ ഒരു കാലഘട്ടത്തിൽ കൂടത്തിൽ നിന്നവർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വോയിസുകൾ ഇപ്പം വലിയ എച്ചൂച്ചീവ് വോയിസ് എന്നും പറഞ്ഞുകൊണ്ട് ഇടുന്നുണ്ട് ഓരോരുത്തരടുത്ത്. സത്യം പറഞ്ഞ ഒരു കാലത്ത് ഞാൻ ബഹുമാനിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ ഇവരിൽ റൈറ്റ് ഉണ്ട്, എന്തെങ്കിലും ഈ കടന്ന് അമർന്നതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് ശരിക്കും കോമഡി പീസുകളായിട്ട് നോക്കുന്നു. എച്ചൂച്ചീവ് എന്താണ് എച്ചൂച്ചീവ്? ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയുമായി പവർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ചാറ്റുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ചാറ്റുകൾ, അതിൽ വൺ സൈഡ് എടുത്തിടുന്നു. ഇവർക്കെതിരെ അടിക്കാനായിട്ട് ഈ ചനു എന്ന് പറയുന്ന സ്ത്രീയുടെ വീഡിയോ വേറെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുമെന്ന് ഡോക്ടർ റോസി പറഞ്ഞത്രേ. വേറെ ഏതോ ചാനൽ വഴി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുമെന്ന് പറഞ്ഞു. അത് ശരിയാണോ? ഇങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അതിലെന്താണ് തെറ്റ്? നീ വിളിച്ച തെറി, നിന്റെ വാ കൊണ്ട് നീ വിളിച്ച തെറി അവർ ഏതോ ചാനൽ വഴി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് അവർ പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? നീ വിളിച്ചതല്ലേ, നിന്റെ വാ കൊണ്ട് വിളിച്ചതല്ലേ. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന നിനക്ക് അപമാനമാണ് എന്നുണ്ടെങ്കിൽ എന്തിനു നീ അത് വിളിക്കണം? നീ വിളിച്ച ഒരു കാര്യത്തിൽ അവരത് പറഞ്ഞതിന് എന്തിനാണ് സ്ത്രീയെ നീ ഇങ്ങനെ പിടിച്ച പട്ടിയെ പോലെ കിടന്ന് കുറയ്ക്കുന്നത്? അതിലെവിടെയാണ് നിന്റെ ഭാഗത്ത് ന്യായം? അങ്ങനെ പല അന്തർധാരയില്ലാത്ത ഒരു സ്ത്രീ നീയല്ലേ. നിന്റെ കാര്യം കാണാനായിട്ട് എത്ര വൃത്തികേട് പറഞ്ഞ പരസ്പരം ഈ തെറിക്കൂട്ടങ്ങൾ പരസ്പരം ഇരുന്ന് മുഴുവൻ വൃത്തികേട് പറയും. തൊട്ടടുത്ത ദിവസം പോയി അന്തർധാര ഉണ്ടാക്കും. ഈ കോഴിക്കോട്ടുള്ള സ്ത്രീയായിട്ട് എത്ര തവണ ഇവള് പോയിട്ട് അന്തർധാര ഉണ്ടാക്കിയേക്കുന്നു. ഇപ്പോൾ ഈ ഡോക്ടർ റോസിയൊക്കെ അടിക്കാൻ തന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പോകണം. എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഡോക്ടർ റോസിയുടെ ഹോസ്പിറ്റലിലേക്ക്, അവരുടെ അമ്മയുടെ ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും ഒരുമിച്ച് കയറണമെന്ന് ഈ പറയുന്ന പ്രസ്തുത തമിഴത്തെ സ്ത്രീ പറഞ്ഞ വോയിസ് പുറത്തു വന്നതാണ് അല്ലേ. അപ്പോൾ അതും ഇവളുമാർ തമ്മിൽ പിണങ്ങിയപ്പോൾ പുറത്തു വന്നതാണ്. അപ്പോൾ ഇവൾക്ക് എന്ത് അന്തർധാര നാടകവും കളിക്കാം, ഇവൾക്കായിട്ട് എന്തും ക്രിയേറ്റ് ചെയ്യാം, എന്ത് ചാറ്റും ചെയ്യാം, എന്ത് ഗൂഢാലോചനകളും നടത്താം. മറ്റൊരാൾ ചെയ്ത് കഴിയുമ്പോൾ അത് തെറ്റ്. ഇപ്പം ഇത് പുറത്തുവിടുന്ന ആളുകളാണ് അതിലും വലിയ അതിശയം. അന്ന് ഇവർ ഒരുമിച്ചായിരുന്നപ്പോൾ അതൊന്നും പുറത്തുവിടണ്ട, അതൊന്നും അവർക്ക് തെറ്റേ അല്ല കേട്ടോ. ഇങ്ങനെ ഇവരോട് വന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഇപ്പം വേറെ ഏതോ ഒരു സ്ത്രീയുടെ ചാനൽ വഴി വേറൊരു അമ്മയും കുഞ്ഞും ഉണ്ടല്ലോ, വിക്ടിം കാർഡ് ഇറക്കി നടക്കുന്ന ഒരു അമ്മയും കുഞ്ഞും, അവരുടെ ഫോട്ടോ വിടാൻ പറഞ്ഞു, വേറെ ഏതോ ഒരാൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു.
ആ സ്ത്രീ എന്താ ഇള്ള കുട്ടിയാണോ? എന്തായാലും 40 വയസ്സിനോടടുത്ത പ്രായമുള്ള സ്ത്രീയല്ലേ, അവൾക്കറിയില്ലേ സ്വന്തമായിട്ട് എൻ്റെ ചാനൽ എന്ത് ചെയ്യണം എന്നുള്ളത്? അതോ ആ സ്ത്രീ ഈ പറയുന്ന പ്രസ്തുത അമ്മയും കുഞ്ഞുമായിട്ട് അത്രത്തോളം വൈരാഗ്യമുള്ള ഒരു സ്ത്രീ, ആ അമ്മ കുഞ്ഞിനെ വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ത്രീ, ആ സ്ത്രീയോട് ഇവർ പറഞ്ഞു ഇത്രേ ഇവരുടെ ചാനൽ വഴി ഇങ്ങനെ എയർ ചെയ്യൂ, അവർക്കെതിരെ സംസാരിക്കൂ എന്ന് പറഞ്ഞു. അത് വലിയ കാര്യമായിപ്പോയി അല്ലേ? ഇപ്പൊ എനിക്കൊരു കാര്യം, എന്നോട് ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ വഴി അത് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് അതിനുള്ള ഗഡ്സ് വേണം, എനിക്ക് അതിനുള്ള ധൈര്യം, എനിക്ക് അതിനുള്ള ഒരു എന്താ പറയുക, സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് വേണം. അതില്ലാത്തവളുമാര് മറ്റുള്ളവർ പറയുന്നത് എടുത്തു വെച്ച് ചെയ്തിട്ട് പിന്നെ എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്ന് വിക്ടിം കാർഡ് ഇറക്കുന്നതിനോട് പുച്ഛം മാത്രം, പരമ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. ഇങ്ങനെ സ്വന്തമായിട്ട് കേപ്പബിലിറ്റി ഇല്ലാത്തവളുമാർ, കഴിവില്ലാത്തവളുമാർ യൂട്യൂബിൽ വന്നിരുന്നിട്ട് കുറയ്ക്കാനായിട്ട് നിൽക്കരുത്. ഇത്രയും പ്രായമുള്ള 40+ ഉള്ളതാണ് ഈ യൂട്യൂബിലെ ഈ പറയുന്ന സ്ത്രീകൾക്കെല്ലാം അല്ലേ. അവളുമാർക്കൊന്നും ആരെന്ത് പറയുന്ന ഉൾമാർ ചെയ്യും, എല്ലാ കുഞ്ഞുങ്ങളാണ് തന്നെ കുണ്ണും ആവകളാ, എല്ലാം ചെയ്യും. അവൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ഇവൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അവൾ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഒന്നിനും സ്വന്തമായിട്ട് വ്യക്തിത്വവുമില്ല, തീരുമാനവും ഒന്നുമില്ല. ഇവർ പറയുന്ന അങ്ങ് ചെയ്തിട്ട് ആ സമയത്ത് ചെയ്തിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ എപ്പോഴെങ്കിലും ഉടക്കി കഴിയുമ്പോൾ എച്ചൂച്ചീവ് ന്യൂസാണ്, എച്ചൂച്ചീവ് വോയിസ്. നാണമില്ലല്ലോ ഈ പറയുന്ന പ്രസ്തുത വ്യക്തികളൊക്കെ കളിക്കാന്ന് പറഞ്ഞിട്ട് കുറെ കാലമായല്ലോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചലിക്കാൻ തുടങ്ങിയിട്ട്. എന്ത് ഇതുവരെ കളിക്കുക? അപ്പൊ ഇവർക്കൊക്കെ കണ്ടന്റ് ആയിരുന്നു വേണ്ടത്, ഇവർക്കൊക്കെ കോണ്ടന്റ് മാത്രമായിരുന്നു വേണ്ടത്. തെറി വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കും, ദിവസവും വന്നിരുന്നിട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞു അതാണ് ഇത്, ഞാൻ കളിക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊരു എന്താ സ്ഥിരമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇവരാരും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇരവാദം ഒരുമിച്ചിരുന്നിട്ട് ഇരവാദം വെറുക്കുന്നു. ഒരു പെണ്ണിന്റെ ജീവിതം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തെറി വിളിച്ചതല്ലേ ഉള്ളൂ, തെറി വിളിച്ചാൽ തെറി വിളിച്ച് തീർക്കണം, അല്ലാതെ ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു, അവിടെ പോയി ജയ് വിളിക്കുന്നു. എന്താണ്, എന്ത് മനുഷ്യരാണിത്? അവിടെ പോയി ജയ് വിളിച്ചോ അല്ലെങ്കിൽ വലിയ സ്ക്രീനിൽ കാണിച്ചോ? എന്താ കാണിച്ചേ? ഈ സ്ത്രീകൾ വിളിക്കുന്ന തെറികളല്ലേ, വേറെ പ്രത്യേകിച്ചൊന്നും കേൾപ്പിച്ചും കാണിച്ചു ഒന്നുമില്ലല്ലോ. ഇപ്പം നിങ്ങൾ തെറി വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വോയിസോ അല്ലെങ്കിൽ വീഡിയോയോ പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? കാണുന്ന മനുഷ്യൻ എന്താ വിചാരിക്കുക? ഈ കാണിക്കുന്നവർക്ക് പെട്ടാണെന്ന് വിചാരിക്കും അല്ലേ? ഇത് നേരെ തിരിച്ച് ഈ സ്ത്രീകൾ വിളിക്കുന്ന തെറിയാണ് അവിടെ കാണിച്ചത്. അതിനെന്തിനാണ് ഇരവാദം ഇറക്കുന്നത്? കേൾക്കാൻ കൊള്ളാത്തതാണെന്ന് അറിയാം അല്ലേ? നാട്ടുകാർ കണ്ടാൽ പരിഹസിക്കും, കല്ലെടുത്തെറിയും എന്നറിയാം അല്ലേ? അപ്പോൾ അന്നേരം ഇരവാദം ഇറക്കുന്നു, ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു, സ്ത്രീകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. ഇങ്ങനെയുള്ള സ്ത്രീകൾ ആ ഹത്യ ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത്? സോഷ്യൽ മീഡിയക്ക് മുഴുവൻ നാശമായിട്ട് ശാപമായിട്ട് തെറി വിളിച്ച് അശ്ലീലം പറഞ്ഞ് കുഞ്ഞു മക്കളെ ചേർത്ത് വെച്ച് അല്ലെങ്കിൽ പ്രായമായ അച്ഛനെയും പേരക്കുട്ടികളെയും ചേർത്ത് വെച്ചിട്ടൊക്കെ ഇതുപോലെ അസഭ്യവും അശ്ലീലവും പറയുന്ന സ്ത്രീകൾ ആ ഹത്യ ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത്? സോഷ്യൽ മീഡിയ നന്നാകും. ഇനിയിപ്പോൾ ഗൂഢാലോചന, നിനക്കൊക്കെ എതിരെ ഡോക്ടർ റോസിയൊക്കെ ഗൂഢാലോചന നടത്തി, അല്ലെങ്കിൽ അവർ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പല ചർച്ചകളും ഉണ്ടാക്കി, തികച്ചും സ്വാഭാവികം. അവർക്ക് തിരിച്ച് തെറി വിളിക്കാൻ അവരുടെ കൾച്ചർ അനുവദിക്കില്ല. സോ അവരെ ഇങ്ങനെ പല പ്ലാനും ചെയ്യും. ഇനിയിപ്പോൾ അവർ നിന്നെയൊക്കെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തേക്കാൻ പറഞ്ഞ് കൊട്ടേഷൻ കൊടുത്തു എന്നറിഞ്ഞാലും എനിക്ക് അവരോട് അത്രയും സ്നേഹം കൂടുകയുള്ളൂ. കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ടതുങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ, നല്ല ആളുകൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നല്ല ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലോ അവർ സംസാരിക്കുന്നത്. അതുപോലെ ഡോക്ടർ റോസിക്കെതിരെയൊക്കെ നീ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഏതെങ്കിലും ഒരു മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു എന്നുണ്ടെങ്കിൽ നീയൊക്കെ കാണിക്കും. നിങ്ങളാകുന്ന ഈ തെറിച്ചുകൂട്ടങ്ങൾക്കെതിരെ അവർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിക്ടിം കാർഡ് ഇറക്കിയിട്ട് മിനി ചവാട്യം കാണുന്നില്ലേ എന്ന് ചോദിക്കരുത്. എനിക്ക് സന്തോഷം തോന്നുള്ളൂ, ഒരുപാട് സന്തോഷം മാത്രമേ തോന്നുള്ളൂ. മിനി ചവാട്യം കാണില്ല. അതിനൊരു കാര്യം നീയൊക്കെ അർഹിക്കുന്നതാണ്, നിനക്കൊക്കെ കിട്ടട്ടെ എന്ന് തന്നെ വിചാരിക്കുകയുള്ളൂ. സാധാരണപ്പെട്ട ഈ പറയുന്ന ഒരാൾ ഒരു കമന്റ് ഇട്ടെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളുകൾക്കെതിരെ എന്തെങ്കിലുമായിട്ട് ആരുടെയൊക്കെയോ എന്താണ് വീട്ടമ്മമാരുടെ ID പ്രൂഫ് കളക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ ഒരുപാട് കള്ളങ്ങൾ പറയുന്നു, ഒരുപാട് കള്ളം പറയുന്നു. ഞാനതുപോലെ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്, പൂസിവേ എന്നും പറഞ്ഞിട്ട് സ്ഥിരം അവരെ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവർ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ഒരു പ്രസ്തുത അമ്മയും കുഞ്ഞിനെ സഹായിക്കാനായിട്ട് അവർ നിന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ആ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇവളുമാർക്കൊന്നും ഇവറ്റകൾക്കൊന്നും യാതൊരു തെളിവുമില്ല ഈ പറയുന്ന കാര്യത്തിൽ. ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ ഒരു തെളിവുമില്ല. എന്നിട്ട് ഇപ്പം അവർ രണ്ടും കൽപ്പിച്ചിറങ്ങി അവർ ഓരോന്ന് ചെയ്യുമ്പോൾ വിക്ടിം കാർഡ് ഇപ്പോഴും തമിഴെത്തി അവിടെ ഇരുന്ന് വെല്ലുവിളിക്കുന്നില്ല, ഇങ്ങോട്ട് വാടി ചൊണയുണ്ടേ വാടി അതാടി ഇതാടി എന്ന്
പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നു. ഇനി അവിടെ ചെന്നാൽ, ഇൻ കേസ് അവിടെ ചെന്നാൽ എന്തായിരിക്കും എന്ന് അറിയാം, ഈരവാദം. കണ്ടു വന്നില്ലേ, കൊല്ലാൻ വന്നില്ലേ, നാട്ടുകാരുടെ മുമ്പിൽ അങ്ങനെ ചെയ്തില്ലേ, സ്ത്രീകളെ ഇല്ലായ്മപ്പെടുത്താനല്ലേ, വേണമെങ്കിൽ ഒരു ഹത്യാ നാടകം കൂടെ കളിക്കും. വേറൊരു സ്ത്രീയെ വിളിച്ചു വരുത്തിയായിരുന്നല്ലോ പണ്ട്, എന്നിട്ട് ഏതാ കുഴുത്തുറ പാലത്തിൽ കൂടി എന്നെ കൊല്ലാൻ ഓടിച്ചെന്നും പറഞ്ഞ് ഇപ്പോഴും ഈരവാദം വെക്കുന്നുണ്ട്. വിളിച്ചു വരുത്തിയതാണ്, ചുണയുണ്ടെങ്കിൽ വാടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയതാണ്. എന്നിട്ട് ഇപ്പോഴും വിക്ടിം കാർഡ് 100 പേടിച്ചോടിയിട്ട് പറയുന്നു കുഴുത്തുറ പാലത്തിൽ കൂടി എന്നെ കൊല്ലാൻ ഓടിച്ചെന്ന്. അപ്പം ഇതുപോലെ സംസ്കാരമില്ലാത്ത, നിലവാരമില്ലാത്ത, യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഈ ഭൂമിയിൽ ആർക്കും ആവശ്യമില്ലാത്ത നിന്നെയൊക്കെ പോലെയുള്ള ജന്മങ്ങൾക്കെതിരെ എന്തു തന്നെ ചെയ്തെന്ന് പറയാനും എനിക്ക് സന്തോഷം മാത്രമേ തോന്നുള്ളൂ. എന്തിനാണ് മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയാനായിട്ട് ഇതുപോലെ അശ്ലീലങ്ങൾ? ഇപ്പം ഈ ഒരു പ്രസ്തുത തമിഴത്തി എന്ന് പറയുന്ന ഞാൻ ഈ ലൂപ്പ് ശ്രദ്ധിക്കുന്ന സമയം തൊട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, ഈ തമിഴ്ത്തിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ബാക്കി ഈ പറയുന്ന ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തെറി വിളിക്കുന്ന ചാനലുകളെല്ലാം. അപ്പോൾ ചിപ്പി വിളിക്കുന്നു, അത് നിങ്ങൾ കേൾക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ പറയും. ചിപ്പി ആരെയാണ് വിളിക്കുന്നത്? 2 തെറിച്ചികളെ തന്നെയാണ് വിളിക്കുന്നത്. വേറെ വെറുതെ കിടക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ കമന്റ് ഇടുന്ന ഒരാളെ ഒന്നുമല്ല വിളിക്കുന്നത്. 2 മുഴുത്ത തെറിച്ചികളെ തന്നെയാണ് വിളിക്കുന്നത്. അതിലൊരു കുഴപ്പമില്ല. തെറിച്ചികൾ അങ്ങോട്ട് വിളിച്ചു, തിരിച്ചു വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. അതാണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഈ പറയുന്ന തമിഴത്തി എന്ന് പറയുന്ന സ്ത്രീ അതാണോ ചെയ്യുന്നത്? ഒരു കമന്റ് ഇട്ടാൽ അതെടുത്ത് CP ഇട്ടിട്ട്, ഇവർക്കൊരു ചാനലുണ്ട്, ഒന്നല്ല ഒരു 10 ചാനലുണ്ട്, അതിലെല്ലാം എടുത്ത് CP ഇട്ടിട്ട് അങ്ങോട്ട് പുഴുത്ത തെറി അങ്ങോട്ട് വിളിക്കും. അതാണ് ഈ സ്ത്രീ ചെയ്യുന്ന. ആ വൈരാഗ്യത്തിന് അവർ വേറെ ചാനൽ തുടങ്ങും. എന്നിട്ട് അവരും തെറി വിളിക്കാൻ അറിയാവുന്ന നീ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്, അവർ തെറിയുമായിട്ട് അവരും വരും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ സോഷ്യൽ മീഡിയ ക്ലീൻ ആകണമെങ്കിൽ ഈ വൃത്തികെട്ട തെറിച്ച് തമിഴത്തിയെ ഒതുക്കണം. എന്നാൽ മാത്രമാണ് ഈ സോഷ്യൽ മീഡിയ ക്ലീൻ ആകുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പതിയെ അവരുടെ കാര്യം നോക്കിക്കൊണ്ട് പോയിക്കോളും. എത്ര ഞാൻ ഈ ലൂപ്പിൽ നിന്ന് വിട്ടെന്ന് പറയാൻ 2ാമത്തെ ദിവസം ഈ തമിഴത്തി കയറുന്നതിൻ്റെ കാര്യം എന്താണ്? ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തിന്നാനുള്ള വക ഇവർക്ക് കിട്ടും. മറ്റുള്ളവരെ തെറി വിളിച്ചാലാണ് ഇവൾക്ക് ഇടയ്ക്ക് ചുഴലി അഭിനയിക്കും. എന്നിട്ട് റീച്ച് കുറഞ്ഞ് നിൽക്കുന്നു എന്നറിയുമ്പോൾ ചുഴലി അഭിനയിക്കും. ഇപ്പം ഇനിയും നീ ചുഴലിയൊക്കെ അഭിനയിക്കുമ്പോൾ കുറേ ടൈമിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത്ര പെട്ടെന്ന് തന്നെ നീ ബോധം കെട്ട് വീണ ഉടനെ തന്നെ എഴുന്നേക്കാൻ പാടില്ല. ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ആവില്ല. കാര്യം അത്രത്തോളം എനർജി അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു അസുഖം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥ രോഗികൾക്ക്. പിന്നെ അതിനുശേഷം ഈ അസുഖം മാറിക്കഴിഞ്ഞ് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ മാറുമായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് അത്രത്തോളം ആരോഗ്യത്തോടെ ചാടി എഴുന്നേറ്റിരുന്ന് പിന്നെ 1 മണിക്കൂർ ലൈവ് ചെയ്യാനൊന്നും പറ്റില്ല സ്ത്രീയെ. ഇനി അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചുഴലി അഭിനയിക്കണം കേട്ടോ. അപ്പം നീ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോഴത്തേനും മുനിയാണ്ടി എവിടെ എന്ന് നീ ചോദിക്കണ്ട. എനിക്ക് സംസാരിക്കണം. നിന്നെപ്പോലെ ഒരു തൊഴിലുമില്ലാതെ ഇരിക്കുകയല്ല ഞാൻ. നിന്നെപ്പോലെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി വിളിച്ചിട്ട് കഞ്ഞു കുടിക്കണം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ജോലിയുണ്ട്. നിന്നെപ്പോലെ വെറുതെ അങ്ങനെ എന്ത് കേട്ടാലും അത് പൊക്കിപ്പിടിച്ചിട്ട് വന്നിട്ട് ഉപജീവന മാർഗമായിട്ട് ജീവിക്കാൻ എനിക്ക് കുറച്ച് നാണക്കേടുണ്ട്. എന്ത് കിട്ടും സ്ത്രീയെ നിനക്ക്? നീ ഇങ്ങനെ തെറി വിളിച്ച് ഒരു 25,000 കിട്ടുമോ നിനക്ക്? മാസം ഒരു 25,000 കിട്ടുമോ ഇതുപോലെ തെറി വിളിച്ച് ലൈവ് ചെയ്താൽ? അതിലും എത്രയോ നിനക്ക് കൂടുതൽ ഉണ്ടാക്കാം. നിനക്ക് സ്മാർട്ട് വർക്ക് ചെയ്താൽ, നന്നായിട്ട് വർക്ക് ചെയ്ത് ജീവിച്ചാൽ. കാര്യം നീ അങ്ങനെ ഏൺ ചെയ്യില്ല. ലൈഫിൽ ഇതുവരെ നീ സക്സസ് ആവാത്തതും അതുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവർ എത്രയോ ആളുകളുടെ ശാപമുണ്ട് നിന്റെ തലയിൽ. എത്ര ചാനലുകളാണ് പുതുതായിട്ട് നിന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്നത്? എത്ര ചാനലുകളാണ് വരുന്ന? ചാനലുകളെല്ലാം നിന്റെ തെറി എടുത്ത് കേൾപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ടും അവരെ കുറ്റം പറയുന്നു. അവരായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല. നിന്റെ തെറി എടുത്ത് വെച്ചിട്ടാണ് അവർ മറുപടി തരുന്നത്. അതൊന്നും നിനക്ക് സഹിക്കുന്നില്ലല്ലേ? പബ്ലിക് അതൊക്കെ കാണുന്നത് നിനക്ക് സഹിക്കുന്നില്ല. നിനക്ക് പറയാം, ഇപ്പോഴും നിനക്ക് പറയാം, നിന്റെ വായിൽ നിന്ന് വീഴുന്ന വൃത്തികെട്ട അശ്ലീലം. ഞാൻ ആ പെണ്ണിനെയൊക്കെ ഓർക്കുക. ആ പെണ്ണ് പറഞ്ഞാൽ ഇവള് കേൾക്കും എന്നൊക്കെ ഇവള് തന്നെ പറയുന്നു. ആ പെണ്ണിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. ആ പെണ്ണൊക്കെ ഇതൊക്കെ കേട്ടിട്ടും ഈ ഒരു തള്ളയെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നത്. മാനമര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറയാതെ അതിൽ നിന്ന് പങ്കുപറ്റി ജീവിക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് അതുകൊണ്ട് കൊടുത്തു, ഈ തെറി വിളിക്കുന്ന ക്യാഷും കൊണ്ട് അതുകൊണ്ട് കൊടുത്തു, ഇതുകൊണ്ട് കൊടുത്തു എന്ന് പറയുന്നു. വേറൊരു മെയിൻ ചാനൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അതിലെ തെറി വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് കരിഞ്ഞ 2 ചിറകുകളുമായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് ഞാൻ 1 മാസം എങ്ങനെ ജീവിക്കുമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലും ഇതെന്തിനു വേണ്ടിയിട്ട് ചെയ്തതാണെന്നൊക്കെ ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഈ ചാനു എന്തെങ്കിലും ചെയ്താൽ അത് ചാനു അങ്ങനെയാണ്. ചാനു വലിയ എവറസ്റ്റ് കൊണ്ട് എത്ര കോടി കുത്തിയിട്ടാണ് ചാനു വന്നിരിക്കുന്നതെന്നറിയാവോ? എത്ര സക്സസ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നറിയാവോ? എന്തെല്ലാം ജോലി ചെയ്യുന്നറിയോ? ജോലി ചെയ്ത് മരിച്ചു ജീവിക്കുന്ന ലേഡിയാണെന്നേ. നീ ഇത് കാണുന്നില്ല വെച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കാറുന്നോ? നിനക്കുണ്ടല്ലോ 4, 8, 10 ചാനൽ നിനക്കുണ്ടല്ലോ. അതിലെല്ലാം വന്നിരുന്ന് കുത്തിയിരുന്ന് സംസാരിക്കുക.
എന്നിട്ട് വിക്ടിം കാർഡർക്ക് ഒന്നും അറിയാത്ത ആളുകൾ ചിലപ്പം വന്ന് വിശ്വസിക്കും. രണ്ടാമത്തെ ദിവസം നിന്റെ വായിലെ തെറി കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും നീ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാകും. പിന്നെ ഇവളുടെ ചാനൽ ഈ പറയുന്ന ചനൂസ് വിഷം പോയപ്പോൾ ഉണ്ടല്ലോ ഓരോരുത്തർ ഇന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് അതിശയം തോന്നിയേ. ഒരാളൊക്കെ സ്വന്തം അച്ഛനെയും അമ്മയും വരെ തെറി വിളിച്ച ഈ സ്ത്രീയുടെ ചാനൽ പോയി എന്നൊരു ന്യൂസ് വന്നപ്പോൾ ഒരാളിരുന്നിട്ട് പറയുകയാണ് അത് ശരിയായില്ല കേട്ടോ, അതെന്തായാലും ശരിയായില്ല, അത് ശരിയല്ല, ഇതിന്ന് അവൾക്ക് സംഭവിച്ചു, നാളെ നമുക്ക് സംഭവിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഒത്തിരി തെറി വിളിച്ചിട്ടാണെങ്കിലും ഒരുപാട് തെറി വിളിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന വളർത്തിക്കൊണ്ടുവന്ന ചാനലാണ്. ഒരുപാട് തെറി വിളിച്ച് വളർത്തിക്കൊണ്ടുവന്ന ആ പറയുന്ന വ്യക്തിയുടെ അച്ഛനെയും അമ്മയും പുഴുത്ത തെറി വിളിച്ചതാണ്. മക്കളുടെ ഫോട്ടോസ് വികൃതമായിട്ടിട്ടതാണ്. എന്നിട്ട് ആ വ്യക്തി പറയാണ് അങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ചോട്ടെന്ന്. അങ്ങനെ സ്വന്തം അച്ഛനെയും അമ്മയും മക്കളെയും പറഞ്ഞിട്ടാണെങ്കിൽ കഞ്ഞി കുടിച്ചോട്ടെ, ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയും മക്കളെയും പറഞ്ഞിട്ടാണെങ്കിൽ കഞ്ഞി കുടിച്ചോട്ടെ, അങ്ങനെയുള്ള ചാനൽ പോകരുതെന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മനസ്സെന്താ? അങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, കോണ്ടന്റ് കിട്ടണം അല്ലേ? കഞ്ഞി കുടിക്കാനായിട്ട് ഒരുത്തിക്ക് കഞ്ഞി കുടിക്കാനായിട്ട് സ്വന്തം അച്ഛനെയും അമ്മയൊക്കെ ഇട്ട് കൊടുക്കുക. ചീത്ത പറഞ്ഞിട്ട് അശ്ലീലം പറഞ്ഞിട്ട് അവൾ കഞ്ഞി കുടിച്ചോട്ടെ, അവൾക്ക് വേറെ ഗതി, 2 കൈയും കാലും എല്ലാ സംഭവം ഉണ്ട്, ആരോഗ്യം ഉണ്ടല്ലോ, ജോലി ചെയ്ത് ജീവിക്കണം. ഇങ്ങനെ അശ്ലീലം പറഞ്ഞിട്ടല്ല ജീവിക്കേണ്ടത്. ഇങ്ങനെ ഉള്ളവളുമാരുടെ ചാനൽ ഏതെങ്കിലും പഴുതുണ്ടെങ്കിൽ അടിച്ചു കളയുക തന്നെ ചെയ്യണം, ഇല്ലാതായി പോവുക തന്നെ ചെയ്യണം. അങ്ങനെ മറ്റുള്ളവരെ അശ്ലീലം പറഞ്ഞിട്ട് സമ്പാദിക്കരുത്, കഞ്ഞി കുടിക്കരുത്. അപ്പൊ തെറിച്ച് തമിഴത്തി ഇനി എന്താ നിനക്ക് കേൾക്കേണ്ടത്? ഇനിയും ചപ്പോട്ട വേണോ നിനക്ക്? ഇനി എൻ്റെ ചപ്പോട്ട വേണോ നിനക്ക്? ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ലോകത്ത് നിന്നെ പോലുള്ളൊരു വൃത്തികെട്ടവളെ പണ്ട് ഞാൻ ഏതോ ഒരു വിക്ടിം കാർഡ് ഇറക്കി സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ ഓർത്തിട്ടുണ്ട്, ഇവള് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ നാളിപ്പോൾ ഇത്രയും നാളത്തെ യാത്രക്കിടയിൽ നീ എന്താണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ഒരിക്കലും നന്നാവാത്ത ഒരു വൃത്തികെട്ട, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, ഈ ലോകത്തിന് ഒരാവശ്യവുമില്ലാത്ത ഒരു വൃത്തികെട്ട മരപ്പാഴ് ജന്മം നീ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്തിട്ടാണ് നീ ഇരുന്ന് വിക്ടിം കാർഡ് ഇറക്കുന്നത്? നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നീ ഓരോന്ന് ചെയ്യുന്നു, ചീത്ത വിളിക്കുന്നു, തെറി വിളിക്കുന്നു, പിന്നെ വിക്ടിം കാർഡ് ഇറക്കുന്നു. ഈ സീരിയലടിച്ചായ കുറേ സ്ത്രീകളെ വിളിച്ചു വരുത്തിയിട്ട് നീ അവരെ മിസ്യൂസ് ചെയ്യുന്നു. നിന്റെ കണ്ണീര് കണ്ടു കഴിയുമ്പോൾ അവർ നിങ്ങളുടെ അല്ലെങ്കിൽ നീ തെറി വിളിക്കുമെന്ന് ഓർത്തിട്ട് ഭയന്നിട്ടോ നിന്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ റോസി ആൻഡ് ടീമിന് ഞാനെപ്പോഴും ഫുൾ സപ്പോർട്ട് തന്നെയായിരിക്കും. ഈ തെറിച്ചികൾക്കെതിരെയുള്ള അവരുടെ ഈ ഉദ്യമത്തിന്, അവരുടെ ഈ പോരാട്ടത്തിന് ഞാനെപ്പോഴും ഫുൾ സപ്പോർട്ട് തന്നെയായിരിക്കും. നാളിതുവരെ ഇതിനെതിരെ അവർ വേണ്ടാത്ത ഒരു കാര്യം ചെയ്തു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. വേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് അങ്ങേയറ്റം കടന്നവർ ചെയ്തിട്ടുമില്ല. ഇതിലും കൂടുതൽ ചെയ്യേണ്ടിയിരിക്കുന്നു നിനക്കൊക്കെ എതിരെ. അതിനു വേണ്ടിയിട്ട് വെയിറ്റിങ്ങുമാണ്. നിനക്കൊക്കെ കിട്ടുന്ന ഓരോ അടിയും കാണാനായിട്ട് അത്രയധികം ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ തമിഴത്തി ഞാൻ. അതുകൊണ്ട് പോട്ടെ, എനിക്ക് നിന്നെ പോലെ ഇങ്ങനെ ഇപ്പോൾ ഇഡലി കച്ചവടം കെട്ടിപ്പൂട്ടിയല്ലേ? ഇഡലി കച്ചവടം ഒരു ഹൈജീൻ ഇല്ലാതെ, വൃത്തിയില്ലാതെ ഇഡലിയൊക്കെ ചൂടുമ്പോൾ ഇഡലി തട്ടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വളരെ ലൗഡായിട്ട് ഈ സ്ത്രീ സംസാരിക്കുന്നത്, വളരെ ലൗഡായിട്ട് സംസാരിക്കുക. എങ്ങനെയാണെങ്കിലും ഈ നമ്മുടെ ഉമിനീര് തെറിക്കില്ലേ? ഒന്നാമത് ഈ സ്ത്രീ അത്രയും ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കും, എന്നാലും എങ്ങനെയാണെങ്കിലും തെറിക്കില്ലേ? അത്ര ഹൈജീൻ ഇല്ലാതെയാണ് ഈ സ്ത്രീ ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ ഓരോ ജോലി ചെയ്യുമ്പോഴും ക്യാമറ എടുത്ത് മുമ്പിൽ വെച്ചിട്ട് എത്ര ഇപ്പം മാവ് കഴിക്കുമ്പോഴൊക്കെ അപ്പം മറ്റുള്ള ആളുകൾക്ക് കഴിക്കാൻ കൊടുക്കേണ്ട ഭക്ഷണമാണ് എന്ന് പോലും ചിന്തിക്കാതെ ഇത്ര വൃത്തിഹീനമായിട്ട് ഉണ്ടാക്കിയത് അവർ തന്നെ വേണ്ടെന്ന് പറഞ്ഞതാവാം. അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു. ഇത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് നിർത്തി പുതിയ സംരംഭം അതാ ഇനി നെക്സ്റ്റ് മന്ത് എന്താണ് സെപ്റ്റംബർ 5-ാം തീയതി നിങ്ങൾക്ക് പുതിയൊരു സർപ്രൈസ്, എല്ലാവർക്കും ഓരോ പവൻ സ്വർണം വീതം തരും കേട്ടോ. പുതിയ സർപ്രൈസ് സെപ്റ്റംബർ 5-ാം തീയതി ഓരോ പവൻ സ്വർണം തരുന്നതായിരിക്കും ചനൂസ് വിഷം. ഇത്രയും നാളും എല്ലാവരെയും തെറി വിളിച്ച സമ്പാദ്യത്തിൽ നിന്ന് ഓരോ പവൻ സ്വർണം ചനൂസ് വിഷം നിങ്ങൾക്ക് തരും സെപ്റ്റംബർ 5-ാം തീയതി. പുതിയ സർപ്രൈസ് സെപ്റ്റംബർ 5-ാം തീയതി. ആഹാ, എത്ര നാളായി പുതിയ പരിപാടി, പുതിയ തട്ടുകട, പുതിയ ഹോട്ടല്, പുതിയ തുണി ബിസിനസ്, പുതിയ എന്താണ് ഇഡലി കച്ചവടം. ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ മന്ദബുദ്ധികളായ കുറേ എണ്ണ ഇവിടെ പിന്താങ്ങി കുറേ ഉണ്ടാകും. എന്നിട്ട് വന്ന് അതൊന്ന് ലാസ്റ്റ് വന്ന് കറങ്ങി തിരിഞ്ഞ് ഒരു 4 ചാനൽ ഉണ്ടാക്കി അവിടെ വന്നിരുന്ന് പിന്നെയും പുഴുത്ത തെറി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ട് കുളിര് കോരുന്ന കുറേ എണ്ണങ്ങളെ താഴെ പോയി എന്നിട്ട് സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ പ്രതിക്കൂട്ടി നിർത്തിയിട്ട് വിരൽ ചൂണ്ടും. എന്നെ
സ്ത്രീകളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു, പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് നേരെ വിരളിച്ചുണ്ട്. വെറുതെയാ കുറേ പൊട്ടുപിടിച്ച ആളുകളല്ലാതെ വിവരമുള്ള ഒരാളുകളും കാണില്ല നിന്റെ ഒന്നും കൂടെ. ഇപ്പൊ ഈ പറയുന്ന പ്രസ്തുത ടീം ഇപ്പൊ മിനിച്ചേച്ചി വിളിച്ച ഒരു തെറി, സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ട് ഒരമ്മയെ അത്രത്തോളം അവഹേളിച്ചപ്പം അവര് ഒരു വേള വിളിച്ച തെറി എടുത്ത് വെച്ചിട്ട് റിപ്പീറ്റ് നിനക്കൊക്കെ കേൾപ്പിക്കേണ്ടി വരുന്നു. എവിടെയും ആ ടീമിലെ മിനിച്ചേച്ചി വിളിച്ച തെറി എന്ന് പറയട്ടെ, ആ ഒരു സാഹചര്യത്തിൽ അവർ വിളിച്ച. പക്ഷെ നിന്നെയൊക്കെ സംബന്ധിച്ചാകുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. ഏത് വീഡിയോ എടുത്ത് വെച്ചിട്ട് നോക്കിയാലും ഇഷ്ടം പോലെയുണ്ട്, ഒരുപാടുണ്ട് തെറികൾ കേൾപ്പിക്കാൻ കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ജേണി അങ്ങനെ നടക്കട്ടെ, നിൻ്റെയൊക്കെ ഈ ജേണി തെറി ജേണി. കാര്യം നീ എത്ര നിർത്തി എന്ന് പറഞ്ഞാലും ആ വൃത്തിക്കട്ട ചാനലിൽ വരാൻ പോകുന്ന ഇനിയും തെറി വീഡിയോസ് തന്നെയാണ്. ഒരെണ്ണം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് ഇപ്പോൾ ഓരോന്നോരോന്ന് പറഞ്ഞ് തെറിയില്ലാത്തത് ഇങ്ങനെ തിരഞ്ഞു നോക്കി ഓരോന്നായിട്ട് എടുത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറേ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായി നിൻ്റെ ആ ചാനലും തെറി ചാനൽ തന്നെ. കാര്യം നീ തെറിച്ചിയാണ്, അത് നിനക്ക് അധികം കൂടിയ കണ്ടന്റ് ഒന്നും ഇടാനായിട്ട് പറ്റില്ല കേട്ടോ തെറിച്ചി. അപ്പോൾ തെറിവിളി കൂടെ നിന്റെ ജൈത്രയാത്ര അങ്ങ് തുടർന്നുകൊണ്ടിരിക്കട്ടെ. സമയം കിട്ടുന്ന പോലെ ഞാൻ വരാൻ കേട്ടോ. എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കരുത്.